ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ EVSലെ പരിസര പഠനത്തിലെ രണ്ടാമത്തെ പാഠമാണ് കേട്ടോ. ഇന്ത്യ എന്റെ രാജ്യം എന്നാണ് ഈ പാഠത്തിന്റെ പേര്. ഈ പാഠഭാഗവും അതിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്ത് നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള 4ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് HD4 ന്യൂസ് സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പാഠം തുടങ്ങുന്ന സമയത്തുള്ള ഈ ചിത്രം കണ്ടോ മക്കളെ? എന്താണത്? ഒരു സ്കൂളാണല്ലേ. സ്കൂൾ അസംബ്ലി നിൽക്കുകയാണ്. അവിടെ എന്തോ ഒരു പരിപാടി നടക്കുകയാണ്. എന്താണ് ആ പരിപാടി? നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. എന്താണ് മക്കളെ? സ്വാതന്ത്ര്യ ദിനാഘോഷമാണല്ലേ. സ്വാതന്ത്ര്യ ദിനം എന്നാണ് ഓഗസ്റ്റ് 15. അപ്പോ സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് അവിടെ നടക്കുന്നത്. ടീച്ചർ പതാക ഉയർത്തുന്നുണ്ട്. ഗാന്ധിജിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഒക്കെ വേഷം കെട്ടി ആളുകൾ, കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ടല്ലേ. തേജസിന്റെ സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുകയാണ്. സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മേഘ ടീച്ചർ ഓരോ ഗ്രൂപ്പിനും ചുമതലകൾ നൽകി. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട പതിപ്പ് തയ്യാറാക്കുന്ന ചുമതലയാണ് തേജസിനും കൂട്ടുകാർക്കും ലഭിച്ചത്. പതിപ്പിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ അവർ ഗ്രന്ഥശാല സന്ദർശിക്കാൻ തീരുമാനിച്ചു. അവരുടെ മുൻ അധ്യാപകനായ വിനയൻ മാഷാണ് ഗ്രന്ഥശാലയുടെ ലൈബ്രറിയൻ. കുട്ടികൾ മാഷിനോട് ഗ്രന്ഥശാല സന്ദർശനത്തിന്റെ ഉദ്ദേശ്യം വ്യക്തമാക്കി. കുട്ടികളെ, നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന വിദേശികൾ ആരാണെന്ന് പറയാമോ? വിനയൻ മാഷ് ചോദിച്ചു. ബ്രിട്ടീഷുകാർ, ഭവ്യ ആവേശത്തോടെ പറഞ്ഞു. മിടുക്കി. ആട്ടെ, എങ്ങനെയാണ് അവർ നമ്മുടെ അധികാരികളായി മാറിയതെന്ന് നിങ്ങൾക്കറിയാമോ? കുട്ടികൾ അറിയില്ലെന്ന മട്ടിൽ പരസ്പരം നോക്കി. മാഷ് ഗ്രന്ഥശാലയിൽ നിന്ന് ഒരു ചിത്രകഥാപുസ്തകം അവർക്ക് വായിക്കാനായി നൽകി. കൂട്ടുകാർ താല്പര്യത്തോടെ പുസ്തകം വായിച്ചു തുടങ്ങി. ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ കപ്പലുകളിൽ ആദ്യമായി ഇന്ത്യയിലെത്തിയത്. പതിയെ പതിയെ അവർ രാജാക്കന്മാരിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് ഇവിടെ വ്യവസായശാലകൾ സ്ഥാപിച്ചു. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ പരസ്പരം ശത്രുക്കളായി പോരടിച്ചു നിന്നിരുന്നതിനാൽ വിദേശികൾക്ക് എളുപ്പത്തിൽ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. പീരങ്കി, തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെ അവർ വരുതിയിലാക്കി. ക്രമേണ കൃഷിയും കച്ചവടവും രാജാക്കന്മാരും അവരുടെ നിയന്ത്രണത്തിലായി. നാട്ടുരാജ്യങ്ങൾ അവർ പിടിച്ചെടുത്തു. കാലങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ ആധിപത്യം നേടി. പിന്നീടുള്ള 200ഓളം വർഷം ഇന്ത്യ അവരുടെ അധീനതയിലായിരുന്നു. ചിത്രകഥ വായിച്ചല്ലോ. ഇനി എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ. മാഷ് തുടർന്നു. മാഷിന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങളും ഉത്തരം കണ്ടെത്തൂ. വിദേശികൾ ഇന്ത്യയിലെത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിന്. ചോദ്യം 2. വിദേശികൾക്ക് ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞതെങ്ങനെയാണ്? ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ തമ്മിൽ ശത്രുതയിലായിരുന്നതിനാലാണ് അവർക്ക് എളുപ്പത്തിൽ ഇന്ത്യയിൽ അധികാരം പിടിച്ചെടുക്കാൻ സാധിച്ചത്. ചോദ്യം 3. ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടങ്ങളിൽ ഇന്ത്യക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത് എന്തുകൊണ്ടായിരുന്നു? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ തോക്ക്, പീരങ്കി പോലുള്ള മുന്തിയ ഇനം ആയുധങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല വ്യത്യസ്തങ്ങളായ യുദ്ധതന്ത്രങ്ങളും അവരുടെ പക്കലുണ്ടായിരുന്നു. അതിനാലാണ് ബ്രിട്ടീഷുകാരുമായി ഇന്ത്യക്കാർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നത്. ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടങ്ങൾ. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വളരെയധികം പ്രയാസം അനുഭവിച്ചു അല്ല മാഷേ? നീന ചോദിച്ചു. അതെ അതെ, പൊറുതിമുട്ടിയ ജനം വിവിധ സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരായി സമരങ്ങൾക്ക് തുടക്കമിട്ടു. നിയമങ്ങൾ ലംഘിച്ചും നിസ്സഹകരണം പ്രഖ്യാപിച്ചും ജാഥകൾ സംഘടിപ്പിച്ചും അവർ പ്രതിഷേധിച്ചു. ഇത്തരം പ്രതിഷേധങ്ങളല്ലേ മാഷേ സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഉടൻ വന്നു നവീനിന്റെ സംശയം. മിടുക്കൻ. മാഷ് നവീനിനെ തോളിൽ തട്ടി അഭിനന്ദിച്ചു. ഇനി നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിലെ ചില പ്രധാന സംഭവങ്ങൾ പരിചയപ്പെടാം. മാഷ് അലമാരയിൽ നിന്ന് ഒരു പുസ്തകം എടുത്ത് കുട്ടികൾക്ക് നൽകി. പുസ്തകത്തിൽ നിന്ന് കുട്ടികൾ ശേഖരിച്ച വിവരങ്ങൾ വായിക്കൂ. ഉപ്പു സത്യാഗ്രഹം 1930-ലാണ് ഇത് നടന്നത്. അക്കാലത്ത് കടൽവെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്ന ജോലിയിൽ ധാരാളം ഇന്ത്യക്കാർ ഏർപ്പെട്ടിരുന്നു. ക്രൂരരായ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യക്കാർ ഉപ്പെടുക്കുന്നതിന് നികുതി അഥവാ പ്രത്യേക തുക അടയ്ക്കണമെന്ന് പ്രഖ്യാപിച്ചു. നികുതി കൊടുക്കാതെ ഉപ്പ് കുറുക്കുന്നവരെ തടങ്കലിലാക്കി. ഇതിനെതിരെ ഗാന്ധിജി ജനങ്ങളെ സംഘടിപ്പിച്ചു. ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിൽ നിന്ന് വളരെ അകലെയുള്ള ദണ്ഡി കടപ്പുറത്തേക്ക് ജാഥയായി അവർ നീങ്ങി. കടലിൽ നിന്ന് ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് ഗാന്ധിജി പറഞ്ഞു, ഉപ്പ് പിടിച്ച ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല. ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ടീച്ചറിന്റെ സഹായത്തോടെ കണ്ടെത്തൂ. ഉപ്പു സത്യാഗ്രഹം സംഘടിപ്പിച്ച തീയതിയും സ്ഥലവും, ഗാന്ധിജിയുടെ നേതൃത്വം, ദണ്ഡി യാത്ര തുടങ്ങിയവയെല്ലാം അതിൽ ഉൾപ്പെടുത്താം.
ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉപ്പിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് 1930 മാർച്ച് 12-ന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അഹിംസാ സത്യാഗ്രഹമാണ് ഉപ്പു സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയിലേക്ക് നടത്തിയ യാത്രയോടെയാണ് ഇത് ആരംഭിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചതിനു ശേഷം നടന്ന ആദ്യ പ്രഖ്യാപിത സമരമായിരുന്നു ഇത്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ സബർമതിയിലെ ഗാന്ധിജിയുടെ ആശ്രമം മുതൽ ദണ്ഡി വരെ നികുതി നൽകാതെ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനായി ദണ്ഡിയാത്ര നടന്നു. ഉപ്പിന് മേലുള്ള നികുതി നിയമം ഗാന്ധിയും കൂട്ടരും ലംഘിച്ചതിനെ തുടർന്ന് നിയമലംഘനത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് കേസ് ചുമത്തി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനെക്കുറിച്ച് ബ്രിട്ടന്റെ നിലപാടുകൾക്ക് ഏറെ മാറ്റം വരുത്താൻ സഹായിച്ചിരുന്നു ഈ ഉപ്പു സത്യാഗ്രഹം. ഉപ്പു സത്യാഗ്രഹത്തിന്റെ ജനപ്രീതി ധാരാളം സാധാരണക്കാരായ ജനങ്ങളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചു. ഉപ്പു സത്യാഗ്രഹ സമരം ആരംഭിച്ച് ഏറെ കഴിയുന്നതിന് മുൻപ് തന്നെ ഗാന്ധിയെ ബ്രിട്ടൻ അറസ്റ്റ് ചെയ്തു. എന്നാൽ ഇത് സമരം വ്യാപിപ്പിക്കാനേ ഉപകരിച്ചുള്ളൂ. ഉപ്പു സത്യാഗ്രഹ സമരം ഏതാണ്ട് 1 വർഷക്കാലം നീണ്ടുനിന്നു. രണ്ടാം വട്ടമേശ സമ്മേളന ഉടമ്പടി പ്രകാരം ഗാന്ധിയെ ജയിലിൽ നിന്നും വിട്ടയക്കുന്നതുവരെ ഉപ്പു സത്യാഗ്രഹ സമരം തുടർന്നു. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 80,000-ഓളം ആളുകൾ ജയിലിലായി എന്ന് കണക്കാക്കപ്പെടുന്നു. അടുത്ത ഒരു സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അത് 1942-ലാണ് നടന്നത്. തുടർന്ന് മാഷ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഡയറി കുറിപ്പ് കുട്ടികൾക്ക് വായിച്ചു കൊടുത്തു, പരിചയപ്പെടുത്തി. 1942 ഓഗസ്റ്റ് 8. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ എനിക്ക് ഏറ്റവും ആവേശവും ഊർജവും ലഭിച്ച ദിനമായിരുന്നു ഇന്ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബോംബെ സമ്മേളനത്തിൽ ഇന്ന് ഞാൻ പങ്കെടുത്തു. സമ്മേളനത്തിൽ വെച്ച് ക്വിറ്റ് ഇന്ത്യ എന്ന ആവശ്യം അവതരിപ്പിക്കപ്പെട്ടു. ഇന്ത്യ വിടുക എന്നാണത്രേ ഈ മുദ്രാവാക്യത്തിന്റെ അർത്ഥം. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഏറ്റവും ശക്തിയാർന്ന സമരമായിരിക്കണം ഇതെന്ന് ഗാന്ധിജി ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ബാപ്പുജി എല്ലാവരോടും ആഹ്വാനം ചെയ്തു. ഇത് കേട്ട് ഞാൻ അറിയാതെ എഴുന്നേറ്റ് നിന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുപോയി, ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് ഇന്ത്യ. ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് ആയിരങ്ങൾ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാകുമല്ലോ മാഷേ? തേജസ് ചോദിച്ചു. തീർച്ചയായും. ഈ സമരത്തിന്റെ മുദ്രാവാക്യം ഇന്ത്യയിലെങ്ങും മുഴങ്ങി കേട്ടു. ഇത് ജനങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നു, മാഷ് പറഞ്ഞു. ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് താഴെ പറയുന്ന വിവരങ്ങൾ ക്ലാസ് ലൈബ്രറിയുടെ സഹായത്തോടെ ശേഖരിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. ക്വിറ്റ് ഇന്ത്യ ദിനം, നേതൃത്വം നൽകിയവർ, സമരത്തിന്റെ ഫലം, ഇതെല്ലാം അതിൽ ഉൾപ്പെടുത്തണേ. ഇന്ത്യക്ക് ഉടനടി സ്വാതന്ത്ര്യം നൽകുക എന്ന മഹാത്മാഗാന്ധിയുടെ ആഹ്വാന പ്രകാരം 1942 ഓഗസ്റ്റ് മാസം ആരംഭിച്ച നിയമലംഘന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് 1939 സെപ്റ്റംബറിൽ വാർധയിൽ വെച്ച് നടന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തക സമിതി യോഗത്തിൽ ഉപാധികൾക്ക് വിധേയമായി ഫാസിസത്തിനെതിരെയുള്ള സമരത്തെ അനുകൂലിക്കുന്ന പ്രമേയം പാസാക്കി. പക്ഷേ ഇതിനു പകരമായി സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാർ ആ ആവശ്യം നിരസിക്കുകയാണ് ചെയ്തത്. ഇന്ത്യൻ ദേശീയ നേതാക്കളുടെ പ്രതിഷേധം ഒത്തുതീർപ്പിലൂടെ പരിഹരിക്കാൻ ബ്രിട്ടൻ ക്രിപ്സ് കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. സ്വയംഭരണത്തിനായി ഒരു നിശ്ചിത കാലയളവ് പ്രസ്താവിക്കാനോ എന്തെല്ലാം അധികാരങ്ങൾ കൈയൊഴിയുമെന്ന് വ്യക്തമായി നിർവചിക്കാനോ ഈ കമ്മീഷന് കഴിഞ്ഞില്ല. കമ്മീഷൻ നൽകാൻ തയ്യാറായ പരിമിത ഡൊമീനിയൻ പദവി ഇന്ത്യൻ പ്രസ്ഥാനത്തിന് പൂർണ്ണമായും അസ്വീകാര്യമായിരുന്നു. ഇവയുടെ ഫലമായി കമ്മീഷൻ പരാജയപ്പെട്ടു. സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിനുള്ള തങ്ങളുടെ ആവശ്യത്തിൽ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്നും വ്യക്തമായ ഉറപ്പ് ലഭിക്കാനായി കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചു. സഖ്യകക്ഷികളുടെ യുദ്ധശ്രമങ്ങളെ ബന്ദിയാക്കിക്കൊണ്ട് ബ്രിട്ടീഷ് സർക്കാരിന്റെ നയത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ഉറച്ചതും എന്നാൽ അക്രമരഹിതവുമായ ചെറുത്തുനിൽപ്പിനുള്ള ഗാന്ധിയുടെ നിശ്ചയദാർഢ്യം ഗാന്ധി ഓഗസ്റ്റ് 8-ന് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് നടത്തിയ ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനത്തിൽ പ്രതിഫലിച്ചു. എങ്കിലും കോൺഗ്രസിന്റെ ദേശീയ, പ്രാദേശിക നേതൃത്വത്തെ ഈ പ്രസംഗത്തിന് 24 മണിക്കൂറിനകം സർക്കാർ തുറുങ്കിലടച്ചു. ഒരുപാട് കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇതിന്റെ ഭാഗം ജയിലിൽ കഴിയേണ്ടി വന്നു. സ്വാതന്ത്ര്യ സമരം കേരളത്തിലും. അപ്പോൾ കേരളത്തിലും ധാരാളം സമരങ്ങൾ നടന്നിട്ടുണ്ടാകില്ലേ മാഷേ? നവീൻ ചോദിച്ചു. ഉവ്വ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരങ്ങളുടെ ആവേശം കേരളത്തിലും അലയടിച്ചു. കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്തും ഉപ്പു നിയമം ലംഘിക്കപ്പെട്ടു. സമരത്തിന്റെ നേതാവായി പ്രവർത്തിച്ചത് കെ കേളപ്പനായിരുന്നു. പിന്നീട് എല്ലാവരും അദ്ദേഹത്തെ കേരള ഗാന്ധി എന്ന് വിളിച്ചു. കേരളത്തിൽ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മറ്റുള്ളവർ ആരൊക്കെയായിരുന്നു മാഷേ? കുട്ടികൾക്ക് കൂടുതൽ അറിയണമെന്നായി. 100 കണക്കിന് പേരുണ്ട് കേട്ടോ. ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, എ കെ ഗോപാലൻ, അക്കമ്മ ചെറിയാൻ, കുട്ടിമാളുവമ്മ തുടങ്ങി അനേകം ആളുകൾ. മാഷ് ഓർമ്മിച്ചെടുത്തു പറഞ്ഞു. മാഷ് പറഞ്ഞ വിവരങ്ങളെല്ലാം കുട്ടികൾ കുറിച്ചെടുത്തു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരങ്ങൾ ഏതൊക്കെയെന്ന് നിങ്ങൾ അന്വേഷിച്ചെഴുതൂ. അതിലൊന്ന് മലബാർ കലാപമാണ്. പിന്നെ അതുപോലെ വൈക്കം സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ഇതെല്ലാം കേരളത്തിൽ നടന്ന പ്രധാന സമരങ്ങളായിരുന്നു. സ്വാതന്ത്ര്യ സമര നേതാക്കൾ. മഹാത്മാഗാന്ധി. ഇന്ത്യയിലെമ്പാടുമുള്ള സ്വാതന്ത്ര്യ സമരക്കാർക്ക് പ്രചോദനമായ നേതാവ് ആരായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ കുട്ടികളെ? ഗാന്ധിജി. മാഷിന്റെ ചോദ്യവും കുട്ടികളുടെ ഉത്തരവും ഒരുമിച്ചായിരുന്നു.
ഗ്രന്ഥശാലയിലെ പുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിജിയെക്കുറിച്ച് കുട്ടികൾ ശേഖരിച്ച വിവരങ്ങൾ വായിക്കൂ. ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു യഥാർത്ഥ പേര്. ദക്ഷിണാഫ്രിക്കയിലെ വക്കീലുദ്യോഗം ഉപേക്ഷിച്ച് തിരികെ ഇന്ത്യയിലെത്തി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്നു. ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയും ഹൃദ്യമായ ഇടപെടലും കൊണ്ട് വളരെ പെട്ടെന്ന് അദ്ദേഹം ഇന്ത്യയുടെ നേതാവായി ഉയർന്നു. സത്യവും അഹിംസയും അദ്ദേഹത്തിന്റെ വാക്കിലും പ്രവൃത്തിയിലും തെളിഞ്ഞു നിന്നു. കുട്ടികൾ അദ്ദേഹത്തെ ബാപ്പുജി എന്ന് സ്നേഹത്തോടെ വിളിച്ചു. ചമ്പാരൻ സമരം 1917, നിസ്സഹകരണ സമരം 1920, ഉപ്പു സത്യാഗ്രഹം 1930, ക്വിറ്റ് ഇന്ത്യ സമരം 1942 തുടങ്ങിയവയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഗാന്ധിജിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സ്കൂൾ ലൈബ്രറിയുടെ സഹായത്തോടെ ശേഖരിച്ച് ചെറുവിവരണം തയ്യാറാക്കൂ. സംഘങ്ങളായി ഗാന്ധി പതിപ്പ് തയ്യാറാക്കുക. അപ്പോൾ വിവരണത്തിൽ ജന്മസ്ഥലം, മാതാപിതാക്കൾ ആരൊക്കെയാണ്, അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താണ്, ജനനം എന്നാണ്, ജീവിത രീതി എന്തൊക്കെയായിരുന്നു, സ്വഭാവ ഗുണങ്ങൾ എന്തെല്ലാമായിരുന്നു, സമരരീതി എന്തായിരുന്നു, ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഞാനൊരു ചെറിയ വിവരണം നിങ്ങൾക്ക് തരാം. അത് എഴുതിക്കോളൂ കേട്ടോ. ഗാന്ധിജി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അഥവാ മഹാത്മാഗാന്ധി 1869 ഒക്ടോബർ 2 ജനിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നു. അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും ഗാന്ധി ശ്രദ്ധേയനായി. മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ, അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്നീ നാമവിശേഷണങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള സാന്നിധ്യം വ്യക്തമാക്കുന്നു. കേവലം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ദർശനികനായും ഗാന്ധി ലോകമെമ്പാടും അറിയപ്പെടുന്നു. ഏറ്റവും കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളിലും സത്യം, അഹിംസ എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ചു പ്രവർത്തിക്കുവാനും ജീവിതചര്യയാക്കി മാറ്റുന്നതിനും മഹാത്മാഗാന്ധി ശ്രദ്ധിച്ചു. ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഹൈന്ദവ തത്വശാസ്ത്രങ്ങളുടെ പ്രയോക്താവായിരുന്നു. എല്ലാവിധത്തിലും സ്വാശ്രയത്വം പുലർത്തിയ ഒരു ആശ്രമം സ്ഥാപിച്ച് അവിടെ ലളിത ജീവിതം നയിച്ച് അദ്ദേഹം പൊതുപ്രവർത്തകർക്ക് മാതൃകയായി. സ്വയം നൂൽ നൂറ്റുണ്ടാക്കിയ വസ്ത്രം ധരിച്ചു. സസ്യാഹാരം മാത്രം ഭക്ഷിച്ചു. ഉപവാസം അഥവാ നിരാഹാരം ആത്മശുദ്ധീകരണത്തിനും പ്രതിഷേധത്തിനുമുള്ള ഉപാധിയാക്കി. 1948 ജനുവരി 30 നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റ് അദ്ദേഹം മരിക്കുകയായിരുന്നു. ഗാന്ധിജിയുടെ ദർശനങ്ങൾ ആഗോളതലത്തിൽ ഒട്ടേറെ പൗരാവകാശ പ്രവർത്തകരെ സ്വാധീനിച്ചു. മാർട്ടിൻ ലൂതർ കിങ്, സ്റ്റീവ് ബിക്കോ, നെൽസൺ മണ്ടേല, ഓങ് സാൻ സൂചി എന്നിവർ ഗാന്ധിയൻ ആശയങ്ങൾ സ്വാംശീകരിച്ചവരിൽ പെടുന്നു. ഭാരതീയർ മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായി ആദരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി എന്ന പേരിൽ ദേശീയ അവധി നൽകി ആചരിക്കുന്നു. അഹിംസാധിഷ്ഠിത സത്യാഗ്രഹം എന്ന ഗാന്ധിയൻ ആശയത്തോടുള്ള ബഹുമാനാർത്ഥം ഐക്യരാഷ്ട്രസഭ അന്നേ ദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി 2007 മുതൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു. ഇനി മറ്റൊരാളെ കൂടി പരിചയപ്പെടാം. താഴെ നൽകിയിരിക്കുന്ന സൂചനകളിൽ നിന്ന് ആളെ കണ്ടെത്താമോ? വിനയൻ മാഷി ചോദിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിരയിൽ ഗാന്ധിജിക്കൊപ്പം പ്രവർത്തിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ വിവരം പ്രഖ്യാപിച്ചത് ഇദ്ദേഹമാണ്. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. എല്ലാവരും ചേർന്ന് ഉത്തരം പറഞ്ഞു. ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൂ. നെഹ്റുവിന്റെ ജന്മദിനം എന്നാണ്? 1889 നവംബർ 14. ഈ ദിനം ഏതു പേരിലാണ് നാം ആഘോഷിക്കുന്നത്? ശിശുദിനമായാണല്ലേ നമ്മൾ നവംബർ 14 ആഘോഷിക്കുന്നത്. നെഹ്റുവിന്റെ ആത്മകഥയുടെ പേരെന്ത്? ഒരു ആത്മകഥ എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. മാന്യ സദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും എൻ്റെ ശിശുദിനാശംസകൾ നേരുന്നു. ഇന്ന് നവംബർ 14, സ്വതന്ത്ര ഭാരതത്തിലെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. എന്തുകൊണ്ടാണ് നെഹ്റുവിന്റെ ജന്മദിനം ശിശുദിനമായി നാം ആഘോഷിക്കുന്നത്? കുട്ടികളെ ഒത്തിരി സ്നേഹിക്കുകയും അവരോടൊത്ത് സംവദിക്കുന്നതിനായി സമയം കണ്ടെത്തുകയും ചെയ്തിരുന്ന നെഹ്റുവിനോടുള്ള സ്മരണാർത്ഥമാണ് നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കുന്നത്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ്, രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഇന്ത്യയെ ഒരു മഹാശക്തിയാക്കണമെന്ന് നെഹ്റു എപ്പോഴും സ്വപ്നം കണ്ടിരുന്നു. കുട്ടികളിലൂടെ ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കുട്ടികളുടെ ഉയർന്ന വിദ്യാഭ്യാസത്തിന് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകി. ബാലവേലയും കുട്ടികൾക്കെതിരായ ആക്രമണങ്ങളും ഇല്ലാത്ത ഒരു ഇന്ത്യയാണ് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത്. അതുകൊണ്ട് ചാച്ചാജി ആഗ്രഹിച്ചതുപോലെ നമുക്കും നന്നായി പഠിച്ചു വളർന്ന് രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രയത്നിക്കാം. ജയ് ഹിന്ദ്. സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്ക് വഹിച്ച മറ്റു ചിലരെ കൂടി മാഷ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഗോപാലകൃഷ്ണ ഗോഖലെ, സരോജിനി നായിഡു, ബാലഗംഗാധര തിലക്, ഭഗത് സിംഗ്, അരുണ ആസഫ് അലി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കളെ പരിചയപ്പെട്ടല്ലോ. ചുവടെ നൽകിയ വസ്തുതകളുമായി ബന്ധപ്പെട്ട നേതാക്കളെ കണ്ടെത്തി എഴുതൂ.
ഒന്നാമത്തേത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വനിത. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ടു. സരോജിനി നായിഡു ആണ് ഉത്തരം. അടുത്തത്, ബ്രിട്ടീഷുകാർക്കെതിരെ ധീരതയോടെ ആയുധമെടുത്ത് പോരാടി. 23-ാം വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ടു. ഭഗത് സിംഗ് ആണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ രാജ്ഞി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നിങ്ങനെ വിളിക്കപ്പെടുന്നു. അരുണ ആസിഫ് അലിയാണ്. നാട്ടുരാജ്യങ്ങളെ ചേർത്ത് ഇന്ത്യ എന്ന രാജ്യം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടു. സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നേതാജി എന്ന് വിളിക്കപ്പെടുന്നു. സുഭാഷ് ചന്ദ്രബോസ്. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചു. ലോക്മാന്യ എന്നറിയപ്പെടുന്നു. ബാലഗംഗാധര തിലകാണ്. ഗാന്ധിജിയെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ച ഗുരു. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചു. ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജിയുടെ ആദർശങ്ങൾ പിന്തുടർന്നു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടു. ഖാൻ അബ്ദുൽ ഗാഫറാണ് ഉത്തരം. മറ്റു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ചുമർ പത്രിക തയ്യാറാക്കൂ. നിങ്ങളുടെ നാട്ടിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവരുമായി അഭിമുഖം നടത്തി വിവരങ്ങൾ ശേഖരിക്കൂ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ പ്രദേശത്ത് ഉണ്ടോ എന്നുകൂടി അന്വേഷിച്ചറിയൂ. ഇതൊക്കെ മക്കൾക്ക് ചെയ്യാവുന്ന പ്രവർത്തനങ്ങളാണ് കേട്ടോ. അതായത് ചുമർ പത്രിക തയ്യാറാക്കാനും പിന്നെ നിങ്ങളുടെ നാട്ടിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക്. വിനയൻ മാഷിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി കുട്ടികൾ സ്വാതന്ത്ര്യദിന പതിപ്പ് തയ്യാറാക്കി. മേഘ ടീച്ചർ പ്രകാശനം ചെയ്ത പതിപ്പിലെ വിവരങ്ങൾ വായിക്കൂ. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇന്ത്യയിലെമ്പാടും നിരവധി സമരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. ഗാന്ധിജിയെ പോലുള്ള നേതാക്കളുടെ വാക്കുകൾ സമരങ്ങൾക്ക് ആവേശം പകർന്നു. ചില സമരങ്ങൾ കലാപങ്ങളായി മാറി. നിരവധി ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടി. അവരിൽ കൂടുതൽ പേർക്കും ജീവൻ നഷ്ടമായി. സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാക്കൾ പലവട്ടം ജയിലിൽ അടയ്ക്കപ്പെട്ടു. അവർക്കൊപ്പം ആയിരക്കണക്കിന് ആളുകൾ അറസ്റ്റ് വരിച്ചു. ഇന്ത്യക്കാരുടെ മേൽ കഠിനമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടു. ഒടുവിൽ നിരന്തരമായ സമരങ്ങളുടെയും ചർച്ചകളുടെയും ഫലമായി ഇന്ത്യയുടെ ഭരണം ഇന്ത്യക്കാർക്ക് കൈമാറാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതായി പ്രഖ്യാപിക്കപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഈ അർദ്ധരാത്രിയിൽ ലോകം നിദ്രയിലായിരിക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ്. അദ്ദേഹം ആവേശത്തോടെ പ്രസംഗിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ വായിച്ചല്ലോ. സ്കൂൾ ലൈബ്രറി ഉപയോഗപ്പെടുത്തി കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുക. താഴെ നൽകിയ പ്രസ്താവനകൾക്ക് നേരെ ഉചിതമായ അടയാളം, ശരിയാണെങ്കിൽ ശരി അല്ലെങ്കിൽ തെറ്റ് നൽകുക. നോക്കിക്കേ മക്കളെ, അനേകം ആളുകൾ ജീവൻ നഷ്ടപ്പെടുത്തി നേടിയതാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ശരിയാണ് അല്ലേ? നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന സമര നേതാക്കളെ നാം ആദരവോടെ ഓർക്കേണ്ടതുണ്ട്. അതും ശരിയാണ്. നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നാം സംരക്ഷിക്കുകയും പങ്കുവെക്കുകയും വേണം. അതും ശരിയാണ്. ഇന്ത്യക്കാരെന്ന നിലയിൽ നാം അഭിമാനിക്കുകയും രാജ്യസ്നേഹം പുലർത്തുകയും വേണം. അതും ശരിയാണ്. എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനം നാം സമുചിതമായി ആഘോഷിക്കണം. അതും ശരിയാണ്. സ്വാതന്ത്ര്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളും ചിത്രങ്ങളും ഇന്റർനെറ്റിൽ നിന്ന് ശേഖരിച്ച് ടീച്ചറുടെ സഹായത്തോടെ ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക. അത് മക്കൾ ചെയ്യുമല്ലോ. നിങ്ങൾ നെറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ന്യൂസ് കട്ടിങ്സും പിക്ചേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. അത് ശേഖരിച്ചിട്ട് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കണേ. ഇന്ത്യയുടെ ഭരണഘടന. പാഠപുസ്തകത്തിന്റെ ആദ്യ ഭാഗത്തും അവസാന ഭാഗത്തും ഭരണഘടന എന്ന തലക്കെട്ടിൽ ചില വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ മക്കള്. അത് വായിക്കൂ. ഈ ഭരണഘടന തയ്യാറാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണെന്നറിയാമോ? ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രിയായിരുന്ന ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കറുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഇന്ത്യക്കായി പുതിയൊരു നിയമസംഹിത തയ്യാറാക്കപ്പെട്ടു. ഇന്ത്യയുടെ ഭരണഘടന എന്നാണ് ഈ രേഖ അറിയപ്പെടുന്നത്. 1950 ജനുവരി 26-നാണ് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. പൗരരുടെ അവകാശങ്ങൾ, ചുമതലകൾ, സർക്കാരുകൾ, തിരഞ്ഞെടുപ്പ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ക്ലാസ് ലൈബ്രറിയുടെ സഹായത്തോടെ ഉത്തരം കണ്ടെത്തൂ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനം ഏതു പേരിലാണ് നാം ആഘോഷിക്കുന്നത്? ജനുവരി 26 അഥവാ റിപ്പബ്ലിക് ദിനമായിട്ടാണ് ആ ദിവസം നമ്മൾ ആഘോഷിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഏറ്റവും വലിയ ലിഖിത അതായത് എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ഇന്ത്യയാണ്. ഇന്നത്തെ ഇന്ത്യ. കുട്ടികൾ ലൈബ്രറിയിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ കൂട്ടുകാരുമായി പങ്കുവച്ചു. മേഘ ടീച്ചറും ചർച്ചയിൽ പങ്കുചേർന്നു. ടീച്ചറെ, അനേകം നാട്ടുരാജ്യങ്ങൾ ഒരുമിച്ച് ചേർത്തല്ലേ ഇന്ത്യ എന്ന രാജ്യം രൂപീകരിച്ചത്? ജൊഹാനാണ് ഇത്തവണ സംശയം ചോദിച്ചത്. അതെ, ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത പ്രദേശങ്ങളെ ഭരണ സൗകര്യത്തിനായി ഭാഷയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് വേർതിരിച്ചു. ഇപ്രകാരം രൂപം കൊണ്ട പ്രദേശങ്ങൾ സംസ്ഥാനങ്ങൾ എന്നറിയപ്പെട്ടു. ടീച്ചർ വിശദീകരിച്ചു. സംസ്ഥാനങ്ങൾ:
ടീച്ചർ കുട്ടികളെ ഇന്ത്യയുടെ ഭൂപടം പരിചയപ്പെടുത്തി. ഇന്ത്യയിൽ ഇപ്പോൾ 28 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. ഓരോ സംസ്ഥാനത്തിന്റെയും ഭരണസിരാ കേന്ദ്രത്തെ തലസ്ഥാനം എന്ന് വിളിക്കുന്നു. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും രേഖപ്പെടുത്തിയ ഭൂപടം നിരീക്ഷിക്കൂ. കണ്ടോ മക്കളെ, ഇതാണ് കേട്ടോ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം വരുന്നത്, നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ ഭൂപടം വരുന്നത്. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാന നഗരികളും കാണാനായിട്ട് സാധിക്കുന്നതാണ്. സംസ്ഥാനങ്ങളുടെ പട്ടിക തയ്യാറാക്കൂ. ഇവിടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പേരുകൾ എഴുതി കൊടുക്കാനായിട്ട് നമുക്ക് പട്ടിക തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭൂപടം നോക്കിയിട്ട് പൂരിപ്പിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഗോവ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒറീസ, പശ്ചിമ ബംഗാൾ, സിക്കിം, അരുണാചൽ പ്രദേശ്, ആസാം, നാഗാലാൻഡ്, മേഘാലയ, ത്രിപുര, മണിപ്പൂർ, മിസോറാം. അതിന് താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനവും ഉൾപ്പെടുത്തി പട്ടിക തയ്യാറാക്കി എന്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം അമരാവതിയാണ്. അരുണാചൽ പ്രദേശിന്റേത് ഇറ്റാനഗർ, അസമിന്റേത് ദിസ്പൂർ, ബീഹാറിന്റേത് പട്ന, ഛത്തീസ്ഗഡിന്റേത് റായ്പൂർ, ഗോവയുടേത് പനാജി, ഗുജറാത്തിന്റേത് ഗാന്ധിനഗർ, ഹരിയാനയുടേത് ചണ്ഡീഗഡ്, ജാർഖണ്ഡിന്റേത് റാഞ്ചി, കർണാടകയുടേത് ബംഗളൂർ, കേരളത്തിന്റേത് തിരുവനന്തപുരം, മധ്യപ്രദേശിന്റേത് ഭോപ്പാൽ, മഹാരാഷ്ട്രയുടേത് മുംബൈ, ഒഡീഷയുടേത് ഭുവനേശ്വർ, പഞ്ചാബിന്റേത് ചണ്ഡീഗഡ്, രാജസ്ഥാനിന്റേത് ജയ്പൂർ, സിക്കിമിന്റേത് ഗാംഗ്ടോക്ക്, തമിഴ്നാടിന്റേത് ചെന്നൈ, തെലങ്കാനയുടേത് ഹൈദരാബാദ്, ത്രിപുരയുടേത് അഗർത്തല, ഉത്തർപ്രദേശിന്റേത് ലക്നൗ, ഉത്തരാഖണ്ഡിന്റേത് ഡെറാഡൂൺ, പശ്ചിമ ബംഗാളിന്റേത് കൊൽക്കത്ത. കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഇന്ത്യയിൽ സംസ്ഥാന പദവിയില്ലാത്ത ചില പ്രദേശങ്ങളുമുണ്ട് കേട്ടോ. ഇവ കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. ഇത്തരം പ്രദേശങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മേഘ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു. ഞാൻ കേട്ടിട്ടുണ്ട്. ഇവയല്ലേ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നറിയപ്പെടുന്നത്? മിഘ ചാടി എഴുന്നേറ്റ് പറഞ്ഞു. അതെ, ഇപ്പോൾ 8 കേന്ദ്രഭരണ പ്രദേശമാണ് ഇന്ത്യയിലുള്ളത്. ടീച്ചർ കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഭൂപടത്തിൽ നിന്ന് കണ്ടെത്തിയെഴുതൂ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ചണ്ഡീഗഡ്, ദാദ്ര നാഗർ ഹവേലി, ദാമൻ ദിയു, ഡൽഹി, ജമ്മു കാശ്മീർ, ലഡാക്ക്, ലക്ഷദ്വീപ്, പുതുച്ചേരി എന്നിവയാണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഇന്ത്യയുടെ ഭൂപടം നിരീക്ഷിച്ച് താഴെ നൽകിയിരിക്കുന്നവയ്ക്ക് ഉത്തരം കണ്ടെത്തൂ. 1. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ: നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക, ചൈന. 2. അറബിക്കടലിന്റെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ: ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം. 3. ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ: തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. 4. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. 5. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. താഴെ നൽകിയിരിക്കുന്ന പദപ്രശ്നം പൂർത്തിയാക്കൂ. ആദ്യം വലത്തോട്ടാണ്. 1. കേരളത്തിന്റെ അയൽ സംസ്ഥാനം ബംഗളൂരു ആണ് തലസ്ഥാനം. കർണാടകയാണ് ഉത്തരം. 2. അറബിക്കടലിന്റെ തീരത്താണ് സ്ഥാനം. ഗുജറാത്തുമായി അതിർത്തി പങ്കിടുന്നു. മഹാരാഷ്ട്രയാണ്. 3. അയൽ രാജ്യമായ മ്യാൻമാറുമായി അതിർത്തിയുണ്ട്. ത്രിപുരയോട് ചേർന്നാണ് സ്ഥാനം. മിസോറാമാണ്. 4. കൊഹിമ ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്. നാഗാലാൻഡ് ആണ്. 5. ബംഗ്ലാദേശുമായി അതിർത്തിയുണ്ട്. അസമിന്റെ അയൽ സംസ്ഥാനമാണ് മേഘാലയയാണ്. രാജസ്ഥാൻ, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്നു. രാജ്യ തലസ്ഥാനമായ ഡൽഹിയോട് ചേർന്നാണ്. ഉത്തരം 6. ഹരിയാനയാണ്. ഇനി അടുത്തത് താഴോട്ടുള്ളത് നോക്കാം. 2. വലുപ്പത്തിൽ രണ്ടാമതുള്ള ഈ സംസ്ഥാനം ഇന്ത്യയുടെ മധ്യഭാഗത്താണ്. മധ്യപ്രദേശാണ്. 7. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്. രാജസ്ഥാനാണ്. 8. കേരളത്തിന്റെ അയൽ സംസ്ഥാനമാണ്. ചെന്നൈ ആണ് തലസ്ഥാനം. ഉത്തരം തമിഴ്നാടാണ്. 9. ഈ സംസ്ഥാനത്താണ് ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത്. തെലങ്കാനയാണ്. അടുത്തത് മുകളിലേക്കുള്ളത് നോക്കാം. 10. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നു. പട്നയാണ് തലസ്ഥാനം. ഉത്തരം ബീഹാർ ആണ്. ഇതുപോലുള്ള കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി ക്ലാസ്സിൽ ഒരു ചോദ്യോത്തര പയറ്റ് സംഘടിപ്പിക്കാനായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു പകർപ്പ് കടലാസ് ഉപയോഗിച്ച് ഇന്ത്യയുടെ ഭൂപടം വരച്ച് സംസ്ഥാനങ്ങൾ അടയാളപ്പെടുത്തൂ. അവ കട്ടിയുള്ള കടലാസിൽ ഒട്ടിച്ച ശേഷം സംസ്ഥാനങ്ങൾ വെട്ടിയെടുത്തത് ജിഗ്സോ കളിക്കൂ. ഇത് നിങ്ങൾക്ക് ഗ്രൂപ്പുകളായിട്ടൊരു മത്സരമായിട്ടൊക്കെ കളിച്ചു നോക്കാവുന്നതാണ്. വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ഇന്ത്യയിലെ വിവിധ പ്രദേശത്തുള്ളവർ ഒരേ ഭാഷയാണോ സംസാരിക്കുന്നത്? അല്ല, അല്ലേ? എല്ലാ ഇന്ത്യക്കാരും ഒരേ വിധത്തിലുള്ള വസ്ത്രമാണോ ധരിക്കുന്നത്? അല്ല. ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇന്ത്യയിൽ എല്ലായിടത്തും ഒരുപോലെയാണോ? അല്ല. ഒരു രാജ്യം പല ഭാഷ. കേരളീയരുടെ മാതൃഭാഷ മലയാളമാണല്ലോ. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഭാഷ ഏതാണ്? തമിഴാണല്ലേ. കർണാടകയിലേതോ? കന്നഡയാണ്. മലയാളം ഇന്ത്യ എന്റെ രാജ്യമാണ്. തമിഴിൽ എങ്ങനെ പറയാ? ഇന്ത്യ എന്നത് നാട്. കന്നഡയിൽ ഭാരതാവു നന്ന ദേശ്. തെലുങ്കില് ഇന്ത്യ നാ ദേശമു.
ഇങ്ങനെ വ്യത്യസ്ത തരത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ഓരോ നാട്ടിലും വ്യത്യസ്ത തരത്തിലുള്ള ഭാഷകളാണ് നമ്മുടെ സംസാരത്തിനായിട്ട് അല്ലെങ്കിൽ ആശയങ്ങൾ കൈമാറുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റേതെല്ലാം ഭാഷകളാണ് ഇന്ത്യയിലുള്ളത്? കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ. നമുക്കിവിടെ സംസ്ഥാനവും അതിന്റെ ഭാഷയും എന്നുള്ള പട്ടിക തന്നിട്ടുണ്ട്. കുറച്ച് നമുക്കവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, ആന്ധ്രാപ്രദേശ് തെലുങ്കു ആണ്, തെലങ്കാനയുടേത് തെലുഗു ആണ്, മഹാരാഷ്ട്ര മറാഠിയാണ്, ഒഡീഷയുടേത് ഒഡിയയാണ്, ഉത്തർപ്രദേശിൻ്റെത് ഹിന്ദിയാണ്. ഇനി 28 സംസ്ഥാനങ്ങളുടെയും ഭാഷ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. മക്കൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാവുന്നതാണ്. ആന്ധ്രാപ്രദേശിൻ്റേത് തെലുങ്ക് ഉറുദു, അരുണാചൽ പ്രദേശ് ഇംഗ്ലീഷ് ഹിന്ദി, അസം അസമീസ്, ബീഹാർ ഹിന്ദി ഉറുദു, ഛത്തീസ്ഗഡ് ഹിന്ദി, ഗോവ കൊങ്കിണി മറാഠി, ഗുജറാത്ത് ഗുജറാത്തി, ഹരിയാന ഹിന്ദി, ഹിമാചൽ പ്രദേശ് ഹിന്ദി, പശ്ചിമ ബംഗാൾ ബംഗാളി, ജാർഖണ്ഡ് ഹിന്ദി, കർണാടക കന്നഡ, കേരളം മലയാളം, മധ്യപ്രദേശ് ഹിന്ദി, മഹാരാഷ്ട്ര മറാഠി, മണിപ്പൂർ മണിപ്പൂരി ഓർ മെയ്തേയ്, മേഘാലയ ഇംഗ്ലീഷ് ഗാരോ ഖാസി, മിസോറാം മിസോ, നാഗാലാൻഡിൽ ഇംഗ്ലീഷ്, ഒഡീഷ ഒറിയ, പഞ്ചാബ് പഞ്ചാബി, രാജസ്ഥാൻ ഹിന്ദി, സിക്കിം ഭൂട്ടിയ ലപ്ച, നേപ്പാളി ലിംബു, തമിഴ്നാട് തമിഴ്, തെലങ്കാന തെലുങ്ക് ഉറുദു, ത്രിപുര ബംഗാളി ഇംഗ്ലീഷ്, കൊക്ബോറാക്ക്, ഉത്തർപ്രദേശ് ഹിന്ദി, ഉത്തരാഖണ്ഡ് ഹിന്ദി. ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതൊക്കെയാണവ? അന്വേഷിച്ച് കണ്ടെത്തി എന്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. ഹിന്ദി, ഇംഗ്ലീഷ്, അസമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, കശ്മീരി, മലയാളം, മറാഠി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, സംസ്കൃതം, തമിഴ്, തെലുങ്ക്, ഉറുദു എന്നീ 17 ഭാഷകളിൽ ഉണ്ട്. ഒരു ദേശം പല വേഷം. ചിത്രം നിരീക്ഷിക്കൂ. ഇന്ത്യയിലെ ജനങ്ങൾ വസ്ത്രധാരണത്തിൽ എത്രമാത്രം വ്യത്യസ്തരാണെന്ന് കണ്ടല്ലോ. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ വസ്ത്രമാതൃകകളുടെ ഒരു ഡിജിറ്റൽ പ്രദർശനം ക്ലാസ്സിൽ സംഘടിപ്പിക്കൂ. അത് ചെയ്യാനായിട്ട് നിങ്ങളുടെ അധ്യാപകർ നിങ്ങളെ സഹായിക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ രാജ്യത്തെ ചില ആഘോഷങ്ങൾ പരിചയപ്പെടൂ. ചിത്രത്തിലെ ഏതെല്ലാം ആഘോഷങ്ങളാണ് നിങ്ങൾക്ക് പരിചയമുള്ളത്? ഇന്ത്യയിലെ പ്രധാന ആഘോഷങ്ങൾ ഏതെല്ലാം? അപ്പൊ ചിത്രത്തിൽ നമുക്ക് തന്നിട്ടുള്ള ദീപാവലി ഉണ്ട്, ഓണം ഉണ്ട്, ബക്രീദ് ഉണ്ട് അല്ലെ? ഇങ്ങനെ അതുപോലെ ഇത്തരത്തിലുള്ള ഒരുപാട് ആഘോഷങ്ങൾ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ഇനി ഇന്ത്യയിലെ പ്രധാന ആഘോഷങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാവുന്നത്? ദീപാവലി, ഈദുൽ ഫിത്തർ, ക്രിസ്മസ്, ഓണം, ഈദുൽ അദ്ഹ, ഹോളി, പൊങ്കൽ, ഇതെല്ലാം ഉണ്ടല്ലേ. അതിന് താഴെയായിട്ട് നിങ്ങളോട് കൂടുതൽ ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാനേ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നെറ്റിലൊക്കെ ഒരുപാട് ചിത്രങ്ങൾ കിട്ടും. അത് വെച്ചിട്ട് ചെയ്ത് നോക്കാട്ടോ. കലകൾ പലവിധം. ഇവിടെ കുച്ചിപ്പുടി, കഥക്, മോഹിനിയാട്ടം, മണിപ്പൂരി, ഭരതനാട്യം തുടങ്ങി ഒട്ടേറെ കലകളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ കലാരൂപങ്ങളാണോ പ്രചാരത്തിലുള്ളത്? അല്ല. ചിത്രം നിരീക്ഷിക്കൂ. ഇതിൽ ഏതെല്ലാം നൃത്തരൂപങ്ങൾ നിങ്ങൾക്ക് പരിചയമുണ്ട്? മറ്റുള്ളവ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ പ്രചാരത്തിലുള്ളവയാണെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കണം. നമുക്കിവിടെ ഓരോ കലാരൂപവും അത് ഏത് സംസ്ഥാനത്തിലുള്ളതാണ് എന്നുള്ള ഒരു പട്ടിക തന്നിട്ടുണ്ട്. നോക്കിക്കേ, മോഹിനിയാട്ടം കേരളത്തിലാണ്, ഭരതനാട്യം തമിഴ്നാടാണ്, കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശാണ്, കഥക് ഉത്തർപ്രദേശാണ്, മണിപ്പൂരി മണിപ്പൂരാണ്. ഭാഷയിലും വേഷത്തിലും ഉത്സവാഘോഷങ്ങളിലും കലാരൂപങ്ങളിലും ഇന്ത്യൻ ജനത എത്രമാത്രം വൈവിധ്യം പുലർത്തുന്നു എന്ന് മനസ്സിലാക്കിയല്ലോ. ഇത്തരത്തിൽ വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യക്കാരെന്ന നിലയിൽ നമ്മെ ഒരുമിപ്പിക്കുന്ന ചില അടയാളങ്ങൾ പരിചയപ്പെടാം. ഒരുമയുടെ അടയാളങ്ങൾ. ഇന്ത്യയുടെ ദേശീയ പതാകയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. മറ്റെന്തൊക്കെയാണ് നമ്മുടെ ദേശീയ അടയാളങ്ങൾ? ദേശീയ ഗാനം, ദേശീയ മുദ്ര, ദേശീയ ഗീതം, ദേശീയ മൃഗം, ദേശീയ പക്ഷി, ദേശീയ ഭക്ഷണം, ഇതെല്ലാം എന്താണ്? എല്ലാവർക്കും ഒരുപോലെ വരുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ദേശീയ ഗാനത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. സ്കൂളിൽ നാം ദേശീയ ഗാനം ആലപിക്കാറുണ്ടല്ലോ. രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ജനഗണമനയാണ് നമ്മുടെ ദേശീയ ഗാനം. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ക്ലാസ് ലൈബ്രറിയുടെ സഹായത്തോടെ ഉത്തരം കണ്ടെത്തൂ. ഏതു ഭാഷയിലാണ് ദേശീയ ഗാനം എഴുതപ്പെട്ടത്? ബംഗാളി ഭാഷയിലാണ്. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്? എഴുന്നേറ്റ് നിന്ന് ആദരവോടെ അല്ലെങ്കിൽ ഭക്തിയോടെ നിൽക്കേണ്ടതുണ്ട്. ദേശീയ ഗാനം ആലപിക്കുന്നതിന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സമയം എത്ര? 52.5 സെക്കൻഡാണ്. അടുത്തതായി നമുക്ക് ദേശീയ മുദ്രയെ കുറിച്ച് ചില കാര്യങ്ങൾ നോക്കാം. നമ്മുടെ ദേശീയ മുദ്രയുടെ ചിത്രം നിരീക്ഷിക്കൂ. എവിടെയെല്ലാമാണ് നിങ്ങൾ ഈ മുദ്ര കണ്ടിട്ടുള്ളത്? നമുക്കിത് നോട്ടുകളിലും കറൻസികളിലൊക്കെ കാണാനായിട്ട് സാധിക്കാറുണ്ട് അല്ലെ? അശോക ചക്രവർത്തി ഉത്തർപ്രദേശിലെ സാരാനാഥിൽ സ്ഥാപിച്ച സ്തൂപത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര. 4 ദിക്കിലേക്കുമായി നോക്കി നിൽക്കുന്ന സിംഹങ്ങളാണ് ഈ മുദ്രയിൽ പ്രധാനമായുള്ളത്. ചുവടെ മധ്യത്തിലായി കാണുന്ന ധർമ്മചക്രമാണ് അശോക ചക്രം. അശോക ചക്രത്തിൽ 24 ആരക്കാലുകളുണ്ട്. താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൂ. മുദ്രയുടെ ചുവട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാക്യമേത്? അതിന്റെ അർത്ഥം എന്ത്? സത്യമേവ ജയതേ എന്നാണ് എഴുതിയിട്ടുള്ളത്. സത്യമാണ് ജയിക്കേണ്ടത് എന്നാണ് അതിന്റെ അർത്ഥം. നെക്സ്റ്റ് ചോദ്യം നോക്കൂ. മുദ്രയിൽ കാണുന്ന മറ്റു മൃഗങ്ങൾ ഏതെല്ലാം? കുതിര, സിംഹം, ആന, കാള എന്നീ മൃഗങ്ങളെ നമുക്ക് കാണാം.
ഇനി നമുക്ക് ദേശീയ ഗീതത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ മാതരമാണ് നമ്മുടെ ദേശീയ ഗീതം. ബംഗാളി ഭാഷയിൽ സംസ്കൃത പദങ്ങളും ചേർത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. അസംബ്ലിയിൽ കൂട്ടുകാരുമൊത്ത് ദേശീയ ഗീതം ആലപിക്കൂ. മറ്റ് ദേശീയ അടയാളങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തൂ. നമ്മളിപ്പോൾ പഠിച്ച ദേശീയ ഗാനവും ദേശീയ ഗീതവും ദേശീയ മുദ്രയും കൂടാതെ മറ്റ് ചില ദേശീയ അടയാളങ്ങൾ കൂടെ നമുക്ക് നോക്കാം. ദേശീയ പതാക. ത്രിവർണ പതാകയാണ് ഇന്ത്യയുടെ ദേശീയ പതാക. മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, താഴെ പച്ച എന്നീ നിറങ്ങളിൽ തിരശ്ചീനമായി ക്രമീകരിച്ചിരിക്കുന്നു. നടുവിലെ വെള്ള നിറത്തിൽ നാവിക നീല നിറത്തിലുള്ള 24 ആരങ്ങളുള്ള അശോക ചക്രവും ആലേഖനം ചെയ്തിരിക്കുന്നു. ദേശീയ പുഷ്പം. താമരയാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം. ദേശീയ മൃഗം. കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം. ദേശീയ പക്ഷി. മയിലാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി. ദേശീയ ഫലം. മാമ്പഴമാണ് ഇന്ത്യയുടെ ദേശീയ ഫലം. ദേശീയ നദി. ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി. ദേശീയ കലണ്ടർ. ശകവർഷ കലണ്ടറാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ. ദേശീയ പ്രതിജ്ഞ. ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരീ സഹോദരന്മാരാണ് എന്നതാണ് ദേശീയ പ്രതിജ്ഞ. ദേശീയ പൈതൃക മൃഗം. ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. ദേശീയ പൈതൃക കായിക വിനോദം. ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക കായിക വിനോദം. ദേശീയ പൈതൃക വൃക്ഷം. പേരാലാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക വൃക്ഷം. ഇനി നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ദേശീയ അടയാളങ്ങളുടെ എല്ലാം ചിത്രങ്ങളും കൂടെ നിങ്ങൾ ശേഖരിച്ചു വെക്കണേ. നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും ആദരവും ദേശീയ അടയാളങ്ങളോടും നാം പ്രകടിപ്പിക്കണം. ദേശീയ അടയാളങ്ങളോട് അനാദരവ് പുലർത്തുന്നത് ശിക്ഷാർഹമാണ്. ഇന്ത്യ നമ്മുടെ അഭിമാനം. ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് ഇന്നത്തെ ഇന്ത്യയിലേക്ക് നാം സഞ്ചരിച്ചെത്തിയ വഴികൾ മനസ്സിലാക്കിയല്ലോ. അനേകായിരങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തി നേടിയ സ്വാതന്ത്ര്യം. പല നാടുകളിലായി ഭാഷയിലും വേഷത്തിലും ജീവിത രീതികളിലുമെല്ലാം വ്യത്യസ്തരായ ഇന്ത്യക്കാർ. ഈ വൈവിധ്യങ്ങൾക്കിടയിലും ഇന്ത്യക്കാർ എന്ന നിലയിൽ നാം ഒന്നായിരിക്കുന്നു. ഈ ഐക്യബോധമാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന നമ്മുടെ അഭിമാനം. ഒരേ സ്വരത്തിൽ നമുക്ക് ഒരുമിച്ച് പറയാം: ഇന്ത്യ എന്റെ രാജ്യം, എന്റെ സ്വന്തം രാജ്യം. ഇന്ത്യ എന്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. ഇനി നമുക്ക് വിലയിരുത്താം ചോദ്യങ്ങളാണ് ചെയ്തു നോക്കാനുള്ളത്. ചോദ്യം 1. ചേരുംപടി ചേർക്കുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം എന്നാണ്? 1947 ഓഗസ്റ്റ് 15. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം എന്നാണ് മക്കളെ? 1950 ജനുവരി 26. ക്വിറ്റ് ഇന്ത്യ ദിനം നടന്നത് 1942 ഓഗസ്റ്റ് 8. ഗാന്ധിജിയുടെ ചരമദിനം 1948 ജനുവരി 30. ഇന്ത്യയുടെ ഭരണഘടനാ ദിനം 1949 നവംബർ 26. ചോദ്യം 2. ശരിയോ തെറ്റോ എന്ന് അടയാളപ്പെടുത്തുക. ഗോവ കേരളവുമായി അതിർത്തി പങ്കിടുന്നു. തെറ്റാണ്. അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും ഇന്ത്യയിൽ തീരമുണ്ട്. ശരിയാണ്. ഇന്ത്യയിൽ കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. ശരിയാണ്. ഇന്ത്യക്ക് 5 അയൽ രാജ്യങ്ങളാണുള്ളത്. തെറ്റാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഇന്ത്യ എന്റെ രാജ്യം എന്നുള്ള ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും തുടർ പ്രവർത്തനങ്ങളും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് ഒക്കെ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്